ഗുഡ് ആഫ്റ്റർനൂൺ. ഈ സെഷനിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. പുതിയൊരു സെഷനുമായി വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഇന്നത്തെ ടോപ്പിക് ഓട്ടോമേഷൻ ആൻഡ് യൂസ് കേസസ് ഇൻ സോഹോ ബുക്സ് ആണ് കേട്ടോ. സോ ഒരു ബിസിനസ്സിൽ അടിക്കടി ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങൾ എങ്ങനെ സോഹോ ബുക്സിൽ ഓട്ടോമേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഒരു ഓട്ടോമേഷൻ വഴി ഒരു ബിസിനസ്സിൻ്റെ എഫിഷ്യൻസി എത്രമാത്രം കൂടുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ ഈ സെഷൻ കഴിയുന്നതോടെ എന്തായാലും മനസ്സിലാവും. സോ ഫസ്റ്റ് പാർട്ട്, ഇൻട്രൊഡക്ഷൻ ടു ഓട്ടോമേഷൻ. ഇതിൽ നമ്മൾ ബേസിക് ആയ ഒരു ഇൻട്രൊഡക്ഷൻ സംസാരിച്ച് നേരെ നമ്മൾ ഫൈനാൻഷ്യൽ ഓപ്പറേഷൻസിൽ ഒരു ബിസിനസ്സിൻ്റെ സൈഡിൽ വരുമ്പോൾ എങ്ങനെയാണ് ഓട്ടോമേഷൻ യൂസ്ഫുൾ ആവുന്നതെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഈ സെഷൻ്റെ പ്രധാന ഭാഗമായിട്ടുള്ള ഓട്ടോമേഷൻ ഓപ്ഷൻസ് ഇൻ സോഹോ ബുക്സ്, അത് നമ്മൾ 3 ആയിട്ടായിരിക്കും പറയുന്നുണ്ടാവുക. പ്രീ ഡിഫൈൻഡ് ഓട്ടോമേഷൻ, സ്ക്രിപ്റ്റ് ബേസ്ഡ് ഓട്ടോമേഷൻ, അതേപോലെ ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ആയിട്ടുള്ള ഓട്ടോമേഷൻ എങ്ങനെയാണെന്നുള്ളത്. പിന്നെ തീർച്ചയായും ഇതൊരു ഓട്ടോമേഷൻ ആകുമ്പോൾ അതിന് ഡീബഗിങ് ആവശ്യങ്ങളുണ്ടാവാം. സോ അതിൻ്റെ സോഹോ ബുക്സിലുള്ള ഡീബഗിങ് ടൂൾസിനെ പറ്റി പറഞ്ഞ് ലാസ്റ്റ് സെഷൻ ഒന്ന് റീക്യാപ്പ് ചെയ്ത് Q&A ആയിട്ടായിരിക്കും നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ. വാട്ട് ഈസ് ഓട്ടോമേഷൻ? ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പറയാം. അതായത് നിങ്ങൾക്കൊരു മാനുഫാക്ചറിങ് കമ്പനി ഉണ്ടെന്നിരിക്കട്ടെ. തീർച്ചയായും നിങ്ങൾക്ക് നിരന്തരം തുടർച്ചയായി ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങളുണ്ടാവും അല്ലേ? സോ ഇതൊരു 5 പേരെ കൊണ്ട് തെറ്റുകളൊന്നും സംഭവിക്കാതെ ചെയ്യുന്നതിന് പകരം ഇക്കാലത്ത് നമ്മളൊരു റോബോട്ടിക് മെഷീൻ വാങ്ങിക്കുകയാണ് ചെയ്യുക. മെഷീൻ അത് കൃത്യമായി ചെയ്തു തരികയും ചെയ്യും. ഇതിനെയാണ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ടെക്നോളജിയുടെ സഹായത്താൽ മനുഷ്യൻ്റെ ഇടപെടൽ ഇല്ലാതെ ആക്കിയെടുക്കുന്നതിനെ നമ്മൾ ഓട്ടോമേഷൻ എന്ന് വിളിക്കുന്നു. ഓട്ടോമേഷൻ ഉപയോഗിച്ച് നമുക്കൊരു റൂൾ സെറ്റ് ചെയ്യാനും ഒരു നിശ്ചിത ഇടവേളയിൽ തുടർച്ചയായ ഒരു ടാസ്ക് ചെയ്യാനൊക്കെ പറ്റും. അതൊരു ബൾക്ക് ടാസ്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ടാസ്ക് നമ്മൾ പറയുന്നതായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഇതൊരു ഫിസിക്കൽ ആക്ടിവിറ്റി ആകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മാനുഫാക്ചറിങ് കമ്പനിയുടെ എക്സാമ്പിൾ പോലെ നിങ്ങൾക്ക് പലതും ഓർമ്മ വരുന്നുണ്ടാവും. പക്ഷേ ഇതൊരു ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ റിക്വയർമെൻ്റ് ആകുമ്പോൾ എങ്ങനെയായിരിക്കും ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക? ഇതിനെ പറ്റിയാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത്. ഓട്ടോമേഷൻ ഇൻ ഫൈനാൻഷ്യൽ ഓപ്പറേഷൻസ്. ഒരു ബിസിനസ് ആകുമ്പോൾ അതിൽ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കൃത്യമായി പേയ്മെൻറ്റ് കളക്ട് ചെയ്യണം അല്ലേ? അതേപോലെ നിങ്ങളുടെ വെൻഡർ ഗുഡ്സ് സമയത്തിന് ഷിപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. അതേപോലെ നിങ്ങളുടെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഉണ്ടാവും. സോ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൽ നിങ്ങളുടെ മറ്റൊരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ബിസിനസ്സിന് ആവശ്യമായ മറ്റൊരു സിസ്റ്റത്തിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരാം. ആ സിസ്റ്റത്തിൽ നിന്ന് തിരിച്ച് നിങ്ങളുടെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരാം. സോ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യേണ്ടി വരും. ഇതെല്ലാം ചെയ്യാനായിട്ട് സോഹോ ബുക്സ് നിങ്ങൾക്ക് വഴിയൊരുക്കുന്നുണ്ട്. ഓട്ടോമേഷൻ റൂൾ സെറ്റപ്പ് ചെയ്ത് വെക്കുന്നത് വഴി മാനുവൽ ഇൻ്റർഫറൻസ് ഇല്ലാതെ പല റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാൻ നിങ്ങളുടെ ബിസിനസ്സിന് പറ്റും. ഇതുവഴി നിങ്ങൾക്ക് ബിസിനസ്സിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാനും കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് ബിസിനസ് ഹാൻഡിൽ ചെയ്യാനും പറ്റും. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് സോഹോ ബുക്സിലെ ഓട്ടോമേഷനെ പറ്റി കൂടുതൽ നോക്കാം. ഓട്ടോമേഷൻ ക്യാപ്പബിലിറ്റീസ് ഇൻ സോഹോ ബുക്സ്. സോ സോഹോ ബുക്സിലെ ഓട്ടോമേഷൻ നമ്മൾ നേരത്തെ അജണ്ടയിൽ പറഞ്ഞ പോലെ 3 ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് സ്ക്രിപ്റ്റിങ്ങോ കോഡിങ്ങോ ഒന്നും ആവശ്യമില്ലാത്ത ഓട്ടോമേഷൻസ് അഥവാ പ്രീ ഡിഫൈൻഡ് ഓട്ടോമേഷൻസ്. 2 സ്ക്രിപ്റ്റ് എഴുതി ചെയ്യേണ്ട ഓട്ടോമേഷൻ, അതായത് ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചാണ് ഈ ഒരു ഓട്ടോമേഷൻ സോഹോ ബുക്സിൽ സെറ്റപ്പ് ചെയ്യുന്നത്. 3 എന്ന് പറയുന്നത് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ, മറ്റൊരു ആപ്ലിക്കേഷനായിട്ട് നിങ്ങൾ ഇൻഹൗസ് ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ മറ്റൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനോ ആയിട്ട് കണക്ട് ചെയ്യാൻ ആവശ്യം വരുന്ന ഒരു ഓട്ടോമേഷൻ. ഓക്കെ, സോ ആദ്യം നമുക്ക് സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ കോഡ് ഇല്ലാത്ത ഓട്ടോമേഷൻ പരിചയപ്പെടാം. ഇത്തരം ഓട്ടോമേഷൻ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് സെറ്റപ്പ് ചെയ്യാൻ സാധിക്കും. സോ നിങ്ങളുടെ ഒരു സെയിൽസ് ഇൻവോയ്സിന് റിമൈൻഡർ, അതേപോലെ പർച്ചേസ് ബില്ലിൻ്റെ പേയ്മെൻറ്റ് നടത്താനായിട്ട് നിങ്ങളുടെ പേയ്മെൻറ്റ് ടീമിനെ അറിയിക്കുക, അല്ലെങ്കിൽ പലതരം ഇമെയിൽ അലേർട്ട് ട്രിഗർ ചെയ്യാനോ ട്രാൻസാക്ഷനിൽ ഏതെങ്കിലും ഒരു ഫീൽഡ് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ചെയ്യാനോ, ഇതും അല്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ അകത്ത് തന്നെ നോട്ടിഫിക്കേഷൻ വരും അല്ലേ? സോ ആ ഒരു ഇനാപ്പ് നോട്ടിഫിക്കേഷനെ ഒരു റൂള് പ്രകാരം പോപ്പുലേറ്റ് ചെയ്യാനൊക്കെ ഇത്തരം പ്രീ ഡിഫൈൻഡ് ഓട്ടോമേഷൻ നിങ്ങൾക്ക് സഹായിക്കും. ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ യൂസർക്ക് വരുന്ന ബേസിക് ആയുള്ള ആവശ്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. ഒന്ന് ഓർത്ത് നോക്കൂ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ക്രെഡിറ്റ് ബേസിസിലായിരിക്കും പലരും ട്രാൻസാക്ഷൻ ചെയ്യുന്നുണ്ടാവുക. അതായത് ഒരു ബിസിനസ് വളരെ കോമൺ ആണത് അല്ലേ? അതായത് ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ, ഒരു സെയിലോ പർച്ചേസോ നടക്കുമ്പോൾ ആദ്യം നിങ്ങൾ ഐറ്റം അത് വിൽക്കുന്നു അല്ലെങ്കിൽ അത് വാങ്ങി വെക്കുന്നു, പിന്നീട് അതിന് ശേഷമായിരിക്കും അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ടാവുക. സോ അത്തരം കാര്യങ്ങൾ വരുമ്പോൾ പേയ്മെൻറ്റ് നിങ്ങൾക്ക് തരാനായിട്ട് കസ്റ്റമേഴ്സിന് ഡെയിലി റിമൈൻഡേഴ്സ് അയക്കേണ്ടി വരാം. അല്ലെങ്കിൽ നിങ്ങളുടെ സമയമാകുമ്പോൾ, നിങ്ങൾ പേയ്മെൻറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞ സമയമാകുമ്പോൾ പേയ്മെൻറ്റ് കൊടുക്കാനായിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് നിങ്ങളുടെ ടീമിലുള്ള ആൾക്കാരെ അറിയിക്കേണ്ടി വരാം. സോ ഇതൊക്കെ വളരെ അടിസ്ഥാനമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. റിമൈൻഡേഴ്സ് സെറ്റപ്പ് ചെയ്യാനായിട്ട് സെറ്റിങ്സിൽ, റൈറ്റ് സൈഡിൽ മേലെ കാണുന്ന സെറ്റിങ്സിൽ റിമൈൻഡേഴ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻ എന്ന ഹെഡിങ്ങിന് താഴെ റിമൈൻഡേഴ്സ് എടുക്കുക. സോ ഇതിൽ മാനുവൽ റിമൈൻഡേഴ്സ് വരുന്നുണ്ട്, അതേപോലെ ഓട്ടോമാറ്റിക് റിമൈൻഡേഴ്സ് വരുന്നുണ്ട്. സോ ഈ സെഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക് റിമൈൻഡേഴ്സിലായിരിക്കും. സോ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് റിമൈൻഡർ സെറ്റ് ചെയ്യേണ്ടി വരാം. ഇപ്പോൾ ഒരു കസ്റ്റമറിന് ഇൻവോയ്സ് കൊടുത്തു. ആ ഇൻവോയ്സിൻ്റെ ഡ്യൂ ഡേറ്റ് ആവുന്നതിന് ഒരു ദിവസം മുന്നേയും
ആ ഒരു ഡ്യൂ ഡേറ്റ് ആവുമ്പോഴും അതിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞിട്ടൊക്കെ നിങ്ങൾക്ക് സെറ്റപ്പ് ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണിച്ചു തരാം. സോ ഇവിടെ റിമൈൻഡർ 1 കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കണ്ടില്ലേ, റിമൈൻഡ് മീ 1 day ബിഫോർ ഡ്യൂ ഡേറ്റ്. സോ അത് ക്ലിക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കാണാം. ഇതിന് പേര് കൊടുക്കുന്നു. നമ്മൾ കൊടുത്തൊരു പേരാണ് റിമൈൻഡർ 1. ഇവിടെ റിമൈൻഡർ ഡേറ്റ് കൊടുക്കുന്നുണ്ട് അല്ലേ, റിമൈൻഡർ 1 or 2 നമുക്ക് ഡേറ്റ് കൊടുക്കാം. അതേപോലെ ഇവിടെ ബിഫോർ ആണോ ആഫ്റ്റർ ആണോ വേണ്ടതെന്ന് കൊടുക്കാം. ആരെയാണ് റിമൈൻഡ് ചെയ്യേണ്ടത്, ഇത് സെറ്റപ്പ് ചെയ്ത ആളെ മാത്രമാണോ ചെയ്യേണ്ടത്, അതോ കസ്റ്റമറിനെ ചെയ്യണോ, അതോ കസ്റ്റമറിനെ ചെയ്ത് കോപ്പി ചെയ്യണോ? സോ അത്തരം കാര്യങ്ങൾ കൊടുക്കാം. സബ്ജക്റ്റ് നിങ്ങൾക്ക് ഇവിടെ പ്ലേസ് ഹോൾഡർ വെച്ച് കസ്റ്റമൈസ് ചെയ്യാം. അതേപോലെ കണ്ടന്റും അതെ, എന്ത് കണ്ടന്റാണ് വേണ്ടത്, നമ്മൾ കൊടുത്തിരിക്കുന്ന റിമൈൻഡർ എന്താണോ, എത്ര ദിവസത്തിന് മുന്നേ ആണോ, അതനുസരിച്ചൊക്കെ നമുക്കിവിടെ കണ്ടന്റ് സെറ്റപ്പ് ചെയ്ത് നമുക്ക് സേവ് ചെയ്ത് വെക്കാം. അതുപോലെ ഇനി 1, 2, 3 അല്ലാതെ ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ന്യൂ റിമൈൻഡർ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കതിന് പേര് കൊടുത്ത് സേവ് ചെയ്യാവുന്നതാണ്. ഇനി എപ്പോഴും ഈ പറയുന്ന പോലെ റിമൈൻഡർ നമ്മൾ ഡ്യൂ ഡേറ്റ് അനുസരിച്ച് ചെയ്യണോ? ചിലപ്പോൾ വേണ്ടി വരില്ല അല്ലേ. അതായത് ചില കസ്റ്റമേഴ്സ് ഒരു എക്സ്പെക്റ്റഡ് പേയ്മെൻറ്റ് ഡേറ്റ് പറയും. ഇപ്പോൾ നമ്മൾ ഡ്യൂ ഡേറ്റിൽ 10 ദിവസം കഴിഞ്ഞാൽ വെക്കുന്നുണ്ടെങ്കിലും അവർ പറയും ഓക്കെ ഒരു 8ാമത്തെ ദിവസമൊക്കെ ആകുമ്പോൾ പേയ്മെൻറ്റ് തരാം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ ഒരു 8 ദിവസം ഇങ്ങനെ റിമൈൻഡർ അയക്കേണ്ട ആവശ്യമില്ല അല്ലേ. സോ അതിനെയാണ് നമ്മൾ റിമൈൻഡേഴ്സ് ബേസ്ഡ് ഓൺ എക്സ്പെക്റ്റഡ് പേയ്മെൻറ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. സോ ഇത് സെറ്റപ്പ് ചെയ്യാനായിട്ട് ഞാൻ കാണിച്ചു തരാം. സെറ്റിങ്സ് ക്ലോസ് ചെയ്യുന്നു. ലെഫ്റ്റ് സൈഡിൽ സെയിൽസിൽ ഇൻവോയ്സസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇൻവോയ്സ് ഓപ്പൺ ചെയ്താൽ ഇവിടെ മേലെ കാണുന്ന ടാബിൽ റിമൈൻഡേഴ്സ് എന്നൊരു ഡ്രോപ്പ് ഡൗൺ ഉണ്ട്. സോ ഇതിൽ നമുക്ക് ഇവിടെ എക്സ്പെക്റ്റഡ് പേയ്മെൻറ്റ് ഡേറ്റ് സെറ്റപ്പ് ചെയ്യാം. സോ ഇതിൽ നമുക്ക് എന്നാണ് എക്സ്പെക്റ്റഡ് പേയ്മെൻറ്റ് ഡേറ്റ് വേണ്ടത് അത് കൊടുത്ത് ഡോണ്ട് റിമൈൻഡ് അബൌട്ട് പേയ്മെൻറ്റ് അണ്ടിൽ ദെൻ എന്ന ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുവരെ റിമൈൻഡേഴ്സ് ഒന്നും പോവില്ല. സോ ആ ഒരു എക്സ്പെക്റ്റഡ് പേയ്മെൻറ്റ് ഡേറ്റ് സെറ്റപ്പ് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് റിമൈൻഡേഴ്സിന് അയക്കാൻ സാധിക്കും. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞതല്ല എന്തിൻ്റെ സെയിൽസിൻ്റെ ആണല്ലേ, സെയിൽസ് പ്രകാരം അല്ലെങ്കിൽ സെയിൽസിൻ്റെ റിമൈൻഡേഴ്സ് ഇപ്പോൾ പറഞ്ഞത്. ഇനി വരുന്നത് പർച്ചേസിൻ്റെ. തിരിച്ച് നമുക്ക് സെറ്റിങ്സിൽ റിമൈൻഡേഴ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻ റിമൈൻഡേഴ്സ് എടുക്കുന്നു. ബിൽ സെക്ഷൻ കണ്ടില്ലേ, മേലെ ഇൻവോയ്സസ് ഉണ്ട്, ബിൽസ് ഉണ്ട്. സോ പർച്ചേസ് സൈഡിലും ഇതുപോലെ തന്നെ റിമൈൻഡർ ബേസ്ഡ് ഓൺ ഡ്യൂ ഡേറ്റ് എന്നുള്ള ഓപ്ഷനും ഉണ്ട്. അതേപോലെ പർച്ചേസിന് റിമൈൻഡർ ബേസ്ഡ് ഓൺ എക്സ്പെക്റ്റഡ് പേയ്മെൻറ്റ് ഡേറ്റ്. സോ ഈ ഒരു ഡ്യൂ ഡേറ്റ് പ്രകാരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ കമ്പനിയിലുള്ള ഒരു യൂസർക്ക്, നിങ്ങളുടെ ആർക്കാണോ ഇത് അയക്കേണ്ടത് ആ ഒരു യൂസറുടെ ഈ പേര് തിരഞ്ഞെടുത്ത് അവർക്ക് നോട്ടിഫൈ ചെയ്യാൻ സാധിക്കും. സോ അതാണ് ബിൽ സെക്ഷനിൽ വരുന്നത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ നമ്മുടെ തിരിച്ച് സ്ക്രീനിലേക്ക് വരാം. സോ ഓട്ടോമാറ്റിക് റിമൈൻഡേഴ്സിനെ പറ്റി നമ്മളിപ്പോൾ സംസാരിച്ചു. ഇനി വരുന്നത് വർക്ക് ഫ്ലോ റൂൾസ്. സോ വർക്ക് ഫ്ലോ റൂൾസിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇമെയിൽ അല്ലെങ്കിൽ വാട്സപ്പ് അലേർട്ട്. അതായത് നമുക്ക് കസ്റ്റമേഴ്സിന് ഈ റിമൈൻഡേഴ്സോ എന്ത് തന്നെ ആയിക്കോട്ടെ പല കാര്യങ്ങളും നമുക്ക് അറിയിക്കാനായിട്ട് ഇമെയിൽ അല്ലെങ്കിൽ വാട്സപ്പ് അലേർട്ട്, അതേപോലെ ഇനാപ്പ് നോട്ടിഫിക്കേഷൻ, ഫീൽഡ് അപ്ഡേറ്റ്. സോ ഇതോരോന്നും നമുക്ക് നോക്കാം. അതിന് സെറ്റിങ്സിൽ ഓട്ടോമേഷൻ എന്ന ഹെഡിങ്ങിന് താഴെ വർക്ക് ഫ്ലോ ആക്ഷൻസ് എടുക്കുന്നു. സോ ആദ്യം വരുന്നത് ഇമെയിൽ അലേർട്ടാണ്. ഇമെയിൽ അലേർട്ട് എന്ന് പറയുന്നത് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്ന ഒരു റൂള് പ്രകാരം ഒരു അലേർട്ട് പോകുന്നു. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും, നിങ്ങളുടെ ബിസിനസ്സിൽ എന്തിനൊക്കെ ആയിരിക്കാം ഒരു അലേർട്ട് പോകേണ്ടി വരിക. അത് ഓരോരുത്തരുടെ ബിസിനസ് അനുസരിച്ച് മാറുന്നുണ്ടാവും. സോ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോൾ ഉത്തരം വന്നിട്ടുണ്ടാകും. നമ്മളിവിടെ ഒരു എക്സാമ്പിൾ എടുത്തിരിക്കുന്നത് സെയിൽസ് ഓർഡർ വാല്യൂ 50,000 മേലെ എത്തിക്കഴിഞ്ഞാൽ, സോ 50K എബവ് സെയിൽസ് ഓർഡർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഒരു ഏജൻറ് ഉണ്ടാവും നമ്മുടെ ഭാഗത്തുനിന്ന് ഒരാൾ ശ്രദ്ധിക്കേണ്ടി വരും. ഓക്കെ, ഇതൊരു 50,000 മേലുള്ള സെയിൽസ് ഓർഡറാണ് വന്നിരിക്കുന്നത്. സോ അതൊരു അലേർട്ട് ഇമെയിലാണ്, ഇത് ഇത്രയും ആയിട്ടുണ്ട് ശ്രദ്ധിക്കുമെന്ന് പറയാനായിട്ട് അയക്കാം. സോ നമ്മൾ അതിൻ്റെ ഒരു കണ്ടന്റ്, ഒരു ആക്ഷൻ എന്താണോ വേണ്ടത് അത് ഇവിടെ സെറ്റപ്പ് ചെയ്ത് വെക്കുന്നു. പേര് കൊടുത്ത് മൊഡ്യൂൾ ഏതാണ്, സെയിൽസ് ഓർഡർ ആണ്. സോ ആർക്കാണ് അയക്കേണ്ടത്, അഡ്മിനും അയക്കണം, അതേപോലെ നമ്മുടെ ഒരു യൂസറായിട്ടുള്ള വിഘ്നേഷ് എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ട്. സോ അദ്ദേഹത്തിന് ഇമെയിൽ അയക്കണം അല്ലേ. സോ അങ്ങനെ സെറ്റപ്പ് ചെയ്ത് വെക്കാൻ സാധിക്കും. അതാണ് ഇമെയിൽ അലേർട്ട് എന്ന് പറയുന്നത്. സോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആക്ഷൻ എങ്ങനെ എക്സിക്യൂട്ട് ആവുന്നത് അത് റൂള് പ്രകാരമായിരിക്കും. തിരിച്ച് സെറ്റിങ്സിൽ വന്നു കഴിഞ്ഞാൽ വർക്ക് ഫ്ലോ റൂൾ കണ്ടില്ലേ. സോ വർക്ക് ഫ്ലോ റൂളിലാണ് നമ്മളിതെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. റൈറ്റ് സൈഡിൽ മേലെ കാണുന്ന ന്യൂ വർക്ക് ഫ്ലോ റൂൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വർക്ക് ഫ്ലോയ്ക്ക് റൂൾ കൊടുക്കാം. സോ റൂളിനൊരു പേര് കൊടുക്കുന്നു, ഡിസ്ക്രിപ്ഷൻ കൊടുക്കണമെങ്കിൽ കൊടുക്കാം, ഏത് മൊഡ്യൂളിലാണോ വേണ്ടത് ആ മൊഡ്യൂൾ തിരഞ്ഞെടുക്കാം. അതനുസരിച്ച് പിന്നെ അതിൻ്റെ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ടൈപ്പ് ചോദിക്കും. ഇവൻറ്റ് ബേസ്ഡ് ആണോ ഡേറ്റ് ബേസ്ഡ് ആണോ. ഇവൻറ്റ് ബേസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേഷനോ അല്ലെങ്കിൽ എഡിഷനോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ഒരു ഇവൻ്റ് അനുസരിച്ച് ട്രിഗർ ആവണം എന്നുള്ളതാണ് ഇവൻറ്റ് ബേസ്ഡ്. ഇനി ഡേറ്റ് ബേസ്ഡ് ആണെങ്കിലോ ഒരു നിശ്ചിത സമയത്തിൽ നിങ്ങൾ പറയുകയാണ് ഒരു 2 days ബിഫോർ ഒരു പർട്ടിക്കുലർ ഡേറ്റ് ഇൻവോയ്സ് കൊടുത്തുകൊണ്ട് ഇൻവോയ്സിൻ്റെ ഡേറ്റ് അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് പേയ്മെൻറ്റ് ഡേറ്റ് അല്ലെങ്കിൽ ക്രിയേറ്റഡ് ടൈം. സോ 2 days ആഫ്റ്റർ ക്രിയേറ്റഡ് ടൈം കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. എന്നിട്ട് ഏത് സമയത്ത് അത് എക്സിക്യൂട്ട് ആവണം, അതേപോലെ ഏത് സൈക്കിളിൽ, ഇപ്പോൾ ഡേറ്റ് ബേസ്ഡ് ആകുമ്പോൾ എല്ലാ ആഴ്ച റിപ്പീറ്റ് ചെയ്യണോ, ഡെയിലി റിപ്പീറ്റ് ചെയ്യണോ. സോ ആ ഒരു രീതിയിൽ നമുക്ക് സെറ്റപ്പ് ചെയ്ത് കണ്ടീഷൻ കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ക്രൈറ്റീരിയ വരും. ഓക്കെ, സോ നമ്മൾ സെലക്ട് ചെയ്യുന്നു, നെക്സ്റ്റ് അടിക്കുന്നു, ഇതിൽ ക്രൈറ്റീരിയ കൊടുക്കുന്നു. ക്രൈറ്റീരിയ കൊടുത്തു കഴിഞ്ഞാൽ
അപ്പോൾ നമ്മൾ കൊടുക്കുകയാണ് ഇൻവോയ്സിൻ്റെ ഡേറ്റ് അല്ലെങ്കിൽ ഇൻവോയ്സിൻ്റെ ടോട്ടൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഒരു എമൗണ്ട് കൊടുക്കുകയാണ്. ജസ്റ്റ് 10,000 കൊടുത്ത് 10,000 കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ക്രൈറ്റീരിയ ഇമ്മീഡിയറ്റ് ആക്ഷൻ എന്ത് കൊടുക്കണം, അതാണ് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ച വർക്ക് ഫ്ലോ ആക്ഷൻസ് ആണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. സോ നമ്മൾ ഈ കൊടുത്തിരുന്ന ക്രൈറ്റീരിയ പ്രകാരം ട്രൂ ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആക്ഷൻ എക്സിക്യൂട്ട് ആവുക. ഇനി ആ ഒരു ആക്ഷൻ എക്സിക്യൂട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് ടൈം ബേസ്ഡ് ആക്ഷൻ വരുന്നുണ്ട്. സോ ആക്ഷൻ എക്സിക്യൂട്ട് ആവുന്നു, പിന്നെ ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞാൽ വേറൊരു ആക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം ബേസ്ഡ് ആക്ഷൻ സെറ്റപ്പ് ചെയ്യാം. സോ ഇതാണ് വർക്ക് ഫ്ലോ റൂളിൻ്റെ ഒരു സെറ്റപ്പിംഗ് വരുന്നത്. സോ നമ്മൾ ആദ്യം സംസാരിച്ചുകൊണ്ടിരുന്ന ഇമെയിൽ അലേർട്ടിൻ്റെ കാര്യം പറയാം. സെയിൽസ് ഓർഡർ വാല്യൂ റീച്ച് 50K. സോ അതൊന്ന് എടുത്ത് നോക്കൂ. ഇവിടെ നമ്മൾ വർക്ക് ഫ്ലോയ്ക്ക് ഒരു പേര് കൊടുത്തിട്ടുണ്ട്, മൊഡ്യൂൾ സെയിൽസ് ഓർഡർ കൊടുത്തിട്ടുണ്ട്, കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50,000. അത് ട്രൂ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന ആക്ഷൻ സെയിൽസ് ഓർഡർ വാല്യൂ റീച്ച് 50K എന്ന് പറയുന്ന ഇമെയിൽ അലേർട്ട് ട്രിഗർ ആവണമെന്ന് കൊടുക്കുന്നു. സോ ഇതാണ് ഒന്നാമത്തെ എക്സാമ്പിൾ. നമുക്ക് തിരിച്ച് ബാക്കി 2 ആക്ഷൻസ് ഒരുമിച്ചൊന്ന് പറയാം. ഒന്ന് ഇനാപ്പ് നോട്ടിഫിക്കേഷനും ഫീൽഡ് അപ്ഡേറ്റും. എന്താണ് ഇനാപ്പ് നോട്ടിഫിക്കേഷൻ? ഇവിടെ വലതുവശത്ത് മേലെ കാണുന്ന നോട്ടിഫിക്കേഷൻ ടാബിൽ ഒരു നോട്ടിഫിക്കേഷൻ പോപ്പുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഇനാപ്പ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ റിക്വയർമെൻറ്റിൽ എന്തായിരിക്കും ഒരു നോട്ടിഫിക്കേഷൻ കൊടുക്കേണ്ടി വരിക? ഓക്കെ, ഇവിടെ നമ്മൾ എടുക്കുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു സെയിൽസ് ഓർഡർ വാല്യൂ 1 lakhന് മേലെ പോവുകയാണ്. തീർച്ചയായും ഒരു ബിസിനസ് ആകുമ്പോൾ നമ്മുടെ ടീം സ്ട്രെങ്ത് ഇമ്പോർട്ടൻ്റ് ആണല്ലേ. സോ ഒരു സെയിൽസ് പേഴ്സൺ അല്ലെങ്കിൽ അത് ഒരു ബിസിനസ് നമുക്ക് കൊണ്ടുവന്ന് തരുന്ന ഒരാൾ, നമ്മുടെ ടീമിലെ ഒരു മെമ്പർ ഒരു 1 lakhന് മേലുള്ള സെയിൽസ് ഓർഡർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വിൽ ഹാവ് ടു കൺഗ്രാറ്റുലേറ്റ് ഹിം. സോ ഡെഫിനറ്റ്ലി നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട സമയത്ത് അപ്രീഷിയേറ്റ് ചെയ്യാൻ വിട്ടുപോകാൻ പാടില്ല. സോ ആ ഒരു കൺഗ്രാറ്റുലേഷൻ ഇമെയിൽ അല്ലെങ്കിൽ കൺഗ്രാറ്റുലേഷൻ നോട്ടിഫിക്കേഷൻ ആപ്ലിക്കേഷൻ്റെ അകത്ത് പോപ്പുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇനാപ്പ് നോട്ടിഫിക്കേഷനിൽ സെയിൽസ് ഓർഡർ വാല്യൂ 1 lakhന് മേലെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ കൺഗ്രാറ്റ്സ് യു ഹാവ് ക്ലോസ്ഡ് എ വാല്യുബിൾ ഡീൽ ഫോർ അവർ ബിസിനസ് എന്ന് പറഞ്ഞിട്ട് കാണുന്ന ആർക്കൊക്കെയാണോ പോകേണ്ടത് ആ ഒരു യൂസർ വൈസ് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ കൊടുക്കാം. അപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആരാണോ അവർക്ക് കൊടുക്കുന്ന പോലെ ക്രിയേറ്റഡ് ബൈ മോഡിഫൈഡ് ബൈ എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് കൺഗ്രാറ്റുലേറ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു നോട്ടിഫിക്കേഷൻ കൊടുക്കാൻ പറ്റും. ഇനി മറ്റൊന്നാണ് ഫീൽഡ് അപ്ഡേറ്റ്. ഫീൽഡ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം. സോ ഫീൽഡ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ട്രാൻസാക്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളെ എല്ലാ ഫീൽഡും നമ്മളായിട്ട് തന്നെ ഫില്ല് ചെയ്യണമെന്ന് വരില്ല. ചില ഫീൽഡുകൾ ഓട്ടോമാറ്റിക്കായിട്ട് ആവേണ്ടി വരും. സോ ഇപ്പോൾ അതിന് 2 എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നിപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൽ ഓൺലൈൻ ട്രാൻസാക്ഷനും ഉണ്ടാകും, ഓഫ്ലൈൻ ട്രാൻസാക്ഷൻസ് ഉണ്ടാവാം. ഇതിന് രണ്ടിനും നിങ്ങൾക്ക് 2 ടേംസ് ആൻഡ് കണ്ടീഷൻസാണ് വേണ്ടത്. സോ ഓരോ വട്ടവും ട്രാൻസാക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ഓഫ്ലൈനിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ മറ്റൊരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക. സോ ഇത് രണ്ടിനും സെപ്പറേറ്റ് കോപ്പി പേസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരണ്ട. നമുക്ക് അതിന് പകരം എന്ത് ചെയ്യാം, നമുക്കൊരു ഫീൽഡ് കൊടുക്കാം. ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ എന്ന് മാത്രം സെലക്ട് ചെയ്യേണ്ട ഒരു ഫീൽഡ് കൊടുക്കാം. എന്നിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ഫീൽഡ് അനുസരിച്ച് എന്ത് അപ്ഡേറ്റ് ആവണം, ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ഡേറ്റ് ആവണം. കണ്ടില്ലേ, ഫീൽഡ് ടു അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരു എക്സാമ്പിൾ, ഇപ്പോൾ ഒരു സെയിൽസ് പേഴ്സൺ നമുക്ക് ഓരോ വട്ടവും മാറി വരാം അല്ലേ. നമ്മുടെ സെയിൽസ് പേഴ്സൺ പല വട്ടം മാറി വരാം. ഇപ്പോൾ നിങ്ങൾക്ക് പല ബ്രാഞ്ചുകൾ ഉണ്ടാവാം. സോ ഓരോ ബ്രാഞ്ചിലും ഓരോ സെയിൽസ് പേഴ്സൺ ആയിരിക്കാം. ഇപ്പോൾ ഈ ട്രാൻസാക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരാൾ മാനുവലി പോയിട്ട് ഏത് സെയിൽസ് പേഴ്സൺ ആണെന്ന് നോക്കുന്നതിന് പകരം നമുക്ക് ബ്രാഞ്ച് തിരഞ്ഞെടുക്കുന്നുണ്ടാവും എന്തായാലും ട്രാൻസാക്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ. സോ ആ ബ്രാഞ്ച് അനുസരിച്ച് സെയിൽസ് പേഴ്സൺ നമുക്ക് ഓട്ടോമാറ്റിക്കലി സിസ്റ്റം തന്നെ കൊടുക്കുന്നതായിരിക്കും. സോ അതാണ് ഫീൽഡ് അപ്ഡേറ്റ്. സോ ഈ 2 ആക്ഷനും എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള വർക്ക് ഫ്ലോ റൂൾ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ഓൺലൈൻ ഓർ ഓഫ്ലൈൻ എന്നുള്ള ഓപ്ഷൻ നമുക്ക് നോക്കാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റൂളിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, മൊഡ്യൂൾ കൊട്ടേഷൻ കൊടുത്തു, അതിൻ്റെ ഒരു പേര് കൊടുത്തു. രണ്ടാമതായിട്ട് ഈ പറയുന്ന റൂൾ ട്രിഗർ ആവേണ്ടത് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ്. സോ ഇവൻറ്റ് ബേസ്ഡ് ക്രിയേറ്റഡ് എന്ന് കൊടുക്കുന്നു, കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ. സോ ഓൺലൈൻ ഓർ ഓഫ്ലൈൻ എന്നുള്ള ഓൺലൈൻ ആണ് ആൻസർ എന്നുണ്ടെങ്കിൽ ട്രൂ എന്ന് വന്നു കഴിഞ്ഞാൽ ഈ ഓൺലൈൻ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ഡേറ്റ് ആവുന്ന ആക്ഷൻ എക്സിക്യൂട്ട് ആവുന്നു. ഇനി അത് ഓൺലൈൻ അല്ല, അപ്പോൾ അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു ഓഫ്ലൈൻ ആണോ. ഓക്കെ, അപ്പോൾ ഓഫ്ലൈൻ ആണെന്നുണ്ടെങ്കിൽ ഓഫ്ലൈൻ ഫീൽഡ് അപ്ഡേറ്റ് ചെയ്യാൻ്റെ ഒരു കണ്ടീഷൻ എക്സിക്യൂട്ട് ആവുന്നു. സോ ഇതാണ് ഈ ഒരു വർക്ക് ഫ്ലോ റൂൾ എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എന്ത് സെയിൽസ് പേഴ്സൺ അപ്ഡേറ്റ് ആവുന്നു. അവിടെ നമുക്ക് എന്ത് കൊടുക്കാം, ബ്രാഞ്ച് ഫീൽഡ്, ലൊക്കേഷൻ അല്ലെങ്കിൽ ബ്രാഞ്ച് എന്ന് പറയുന്ന ഫീൽഡ് ചെക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആ സെയിൽസ് പേഴ്സണിൻ്റെ പേര് അപ്ഡേറ്റ് ചെയ്യുന്നത് ഓട്ടോമാറ്റ് ചെയ്യാൻ പറ്റും. ശരി, ഇതെല്ലാം എങ്ങനെയാണ് ട്രാൻസാക്ഷൻസ് വൈസ് ആണല്ലേ വരുന്നത്. ഇനി ട്രാൻസാക്ഷനിൽ നമുക്ക് ഈ പറയുന്ന പ്രീ ഡിഫൈൻഡ് ആയിട്ട് എല്ലാം വരുന്നുണ്ട്. ഇതെല്ലാത്തിനും നമുക്ക് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താ, ഇതിന് സ്ക്രിപ്റ്റ് ഒന്നും ആവശ്യമില്ല. നമുക്ക് ഈ റോള് സിസ്റ്റത്തിലെ UI പ്രകാരം നമുക്ക് സെറ്റപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്, ഓട്ടോമേഷൻ സ്ക്രിപ്റ്റ് ബേസ്ഡ് ആകുമ്പോൾ. സ്ക്രിപ്റ്റ് ബേസ്ഡ് ഓട്ടോമേഷനിൽ നമ്മൾ ഡെല്യൂജ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത്. സോഹോൻ്റെ തന്നെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് ഡെല്യൂജ്. സോ ഡെല്യൂജ് യൂസ് ചെയ്തുകൊണ്ട്
നമുക്ക് സ്ക്രിപ്റ്റ് ബേസ്ഡ് ഓട്ടോമേഷനെ പരിചയപ്പെടാം. ഇതിൽ നമ്മൾ ലാംഗ്വേജിനെ പറ്റി കൂടുതൽ സംസാരിക്കുന്നുണ്ടാവില്ല. എന്താണ് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, ഓരോ ഓട്ടോമേഷനും എങ്ങനെയൊക്കെയാണ് സെറ്റപ്പ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ നമ്മൾ അടുത്തതായിട്ട് സ്ക്രിപ്റ്റ് ബേസ്ഡ് ഓട്ടോമേഷനിലേക്ക് കടക്കുന്നു. സോ സ്ക്രിപ്റ്റ് ബേസ്ഡ് ഓട്ടോമേഷനിൽ ആദ്യം വരുന്നതാണ് കസ്റ്റം ബട്ടൺ. സോ കസ്റ്റം ബട്ടൺ എങ്ങനെ സെറ്റപ്പ് ചെയ്യാം? സെറ്റിംഗ്സിൽ ഓരോ മൊഡ്യൂളുകളിലും നമുക്ക് കസ്റ്റം ബട്ടൺ വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ സെയിൽസിൽ കൊട്ടേഷൻസ് എടുത്താൽ ഒരു കസ്റ്റം ബട്ടൺ കാണാം, അല്ലെങ്കിൽ സെയിൽസ് ഓർഡർ എടുത്താൽ അവിടെ ഉണ്ടാവാം കസ്റ്റം ബട്ടൺ എന്നുള്ള ഓപ്ഷൻ. അപ്പോൾ ഓരോ മൊഡ്യൂളുകളിലും, അതായത് ഓരോ മൊഡ്യൂളിൻ്റെ അകത്തുള്ള ഓരോ സെക്ഷനുകളിലും നമുക്ക് കസ്റ്റം ബട്ടൺ വരുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ എക്സാമ്പിൾ എടുക്കാൻ പോകുന്നത് ഈ സെയിൽസ് ഓർഡറിനെ അല്ലെങ്കിൽ കൊട്ടേഷനെ നമുക്ക് ബൾക്കായിട്ട് സെയിൽസ് ഓർഡറിലേക്ക് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇവിടെ കൊട്ടേഷൻ മൊഡ്യൂളിൽ നമ്മൾ കസ്റ്റം ബട്ടൺ കൊടുത്തിട്ടുണ്ട്, കൺവേർട്ട് ടു സെയിൽസ് ഓർഡർ. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം നമ്മൾ ഡെലിവറി സോഫ്റ്റ്വെയർ വെച്ച് നമ്മൾ ഓൾറെഡി സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൽസിൽ കൊട്ടേഷൻ എടുക്കുമ്പോൾ ഇൻഡിവിജ്വലി ഓരോ കൊട്ടേഷൻ്റെ അകത്ത് നമുക്ക് കൺവേർട്ട് ടു സെയിൽസ് ഓർഡർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കൊട്ടേഷൻസ് നമുക്ക് ഒരുമിച്ച് ബൾക്കായിട്ട് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, കൺവേർട്ട് ടു സെയിൽസ് ഓർഡർ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കസ്റ്റം ബട്ടൺ അവിടെ വരുന്നു. സോ ഇത് ക്ലിക്ക് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ സെയിൽസ് ഓർഡർ മൊഡ്യൂളിൽ ആ പറയുന്ന കൊട്ടേഷനുകൾക്കുള്ള സെയിൽസ് ഓർഡർ ക്രിയേറ്റ് ആവുന്നുണ്ടാവും. ഓക്കെ, സോ അതാണ് കസ്റ്റം ബട്ടൺ. സോ കസ്റ്റം ബട്ടൺ എക്സിക്യൂട്ട് ആവണമെന്ന് എന്ത് പറ്റണം? നമ്മളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യണം. സോ നമ്മളത് ക്ലിക്ക് ചെയ്യാതെ, നമ്മളായിട്ടൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യാതെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആവണം. സോ അതിനാണ് നമുക്ക് എന്ത് വരുന്നത്? കസ്റ്റം ഫംഗ്ഷൻ വരുന്നത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ സെറ്റിങ്സിൽ ഓട്ടോമേഷൻ ഹെഡിങ്ങിന് താഴെ വർക്ക് ഫ്ലോ ആക്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ കസ്റ്റം ഫംഗ്ഷൻസിനെ പറ്റി കാണാം. സോ കസ്റ്റം ഫംഗ്ഷൻസ് നമ്മളിവിടെ എടുക്കുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഈ ഐറ്റം ടേബിളിൻ്റെ ടോട്ടൽ. അതായത് ഐറ്റം ടേബിളിൽ നമുക്ക് നോർമലി എങ്ങനെയാണ് വരുന്നത്? നിങ്ങൾ ഇൻവോയ്സ് ക്രിയേഷൻ പേജ് എടുത്ത് നോക്കൂ. നോർമലി വരുന്നത് ക്വാണ്ടിറ്റി ഇൻറ്റു റേറ്റ് ആണ് അല്ലേ? എമൗണ്ട് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി റേറ്റ് ആണ്. പക്ഷേ ചില ബിസിനസ് കേസുകളിൽ എന്ത് വരാം? ഡേയ്സ് ഇൻറ്റു യൂണിറ്റ് റേറ്റ് ഇൻറ്റു ക്വാണ്ടിറ്റി എന്ന് വരാം. സോ അത്തരം കേസുകൾ വരുമ്പോൾ ഇത് മാനുവലി ചെയ്യുന്നതിന് പകരം ഈ ഒരു ട്രാൻസാക്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ, ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഈ പറയുന്ന ഡേയ്സിലും യൂണിറ്റ് റേറ്റിലേക്ക് കൊടുത്ത വാല്യൂ പ്രകാരം ആ ഒരു ഫോർമുല എക്സിക്യൂട്ട് ആവുകയും ആ എമൗണ്ട് ഫീൽഡ് അതനുസരിച്ച് പോപ്പുലേറ്റ് ആയി വരികയും ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ കസ്റ്റം ഫംഗ്ഷനിൽ യൂസ് ചെയ്യുന്ന ഒരു എക്സാമ്പിളായിട്ട് കാണിക്കുന്നത്. സോ നിങ്ങളെടുത്ത് നോക്കിയാൽ കാണാം, സെറ്റിങ്സിൽ വർക്ക് ഫ്ലോ ആക്ഷൻസിൽ കസ്റ്റം ഫംഗ്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മളിവിടെ ഫോർമുല അപ്ലൈ ചെയ്യുന്നുണ്ട്. ഡേയ്സ് ഇൻറ്റു യൂണിറ്റ് റേറ്റ് ഇൻറ്റു ക്വാണ്ടിറ്റിയാണ് നമ്മൾ കൊടുക്കുന്ന ഫോർമുല. സോ വർക്ക് ഫ്ലോ റൂളിൽ നമ്മൾ എന്ത് കൊടുക്കും? ലൈൻ ഐറ്റം ടേബിൾ കാൽക്കുലേഷന് കസ്റ്റം ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ ഇതിൽ റൂളായിട്ട് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് എന്താണ്? ഇൻവോയ്സ് ഇവൻറ്റ് ബേസ്ഡ് ആണ്. ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താവണം? വർക്ക് ഫ്ലോ റൂൾ ഈസ് എക്സിക്യൂട്ടഡ് ഫോർ ഓൾ ഇൻവോയ്സസ്. സോ അത് കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഇമ്മീഡിയറ്റ് ആക്ഷൻ സംഭവിക്കുന്നത് എന്താണ്? ലൈൻ ഐറ്റം ടേബിൾ എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കസ്റ്റം ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആവും. ഇനി ഇത് രണ്ടും നമ്മളൊരു ട്രാൻസാക്ഷൻ്റെ അടിച്ചാൽ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ട്രാൻസാക്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് വരുന്നത്. ഇനി ഇതൊന്നും അല്ലാതെ നിരന്തരം ഒരു ആഴ്ചകൾ, ഒരു വീക്ക്ലി ബേസിസിലോ ഒരു മന്ത്ലി ബേസിസിലോ ഓട്ടോമാറ്റിക്കായിട്ട് ചില കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിലോ അതിനാണ് നമ്മൾ കസ്റ്റം ഷെഡ്യൂളർ എന്ന് പറയുന്നത്. സോ നമ്മളിപ്പോൾ പറഞ്ഞ ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ എന്താണ്? കസ്റ്റം ബട്ടൺസും കസ്റ്റം ഫംഗ്ഷൻസും. മൂന്നാമതായിട്ട് കസ്റ്റം ഷെഡ്യൂളേഴ്സിനെ പറ്റി പറയാം. സോ കസ്റ്റം ഷെഡ്യൂളർ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ടാവാം. നമ്മുടെ ബിസിനസ്സിൽ സ്ഥിരമായിട്ട് നമുക്ക് വരുന്ന കസ്റ്റമേഴ്സിന് കസ്റ്റമർ സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് അയച്ചു കൊടുക്കേണ്ടി വരാം അല്ലേ? അതെല്ലാ പ്രാവശ്യവും ഒരാൾക്ക് അയക്കുകയാണെങ്കിൽ ഓക്കെ. പക്ഷേ ഒരു 100-150 കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാ ആഴ്ചയും നമ്മൾ മാനുവലി ഈ പറയുന്ന കസ്റ്റമർ സ്റ്റേറ്റ്മെൻറ്റ് അയച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. സോ ആ ഒരു കേസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഷെഡ്യൂളർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സെറ്റപ്പ് ചെയ്യാം. സോ ഈ ഒരു എക്സാമ്പിൾ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ കസ്റ്റമർ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇപ്പോൾ ഈ ഒരു ഓരോ കസ്റ്റമേഴ്സിൻ്റെ കസ്റ്റമർ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് സെൻഡ് ചെയ്യാനായിട്ട് ഷെഡ്യൂളേഴ്സ് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. സോ അത് സെറ്റിങ്സിൽ ഷെഡ്യൂൾസ്, ഇവിടെ നമ്മൾ സെൻഡിങ് അൺപെയ്ഡ് ഇൻവോയ്സസ് എന്ന് പറയുന്നത് ഓൾറെഡി സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് സ്റ്റേറ്റ്മെൻറ്റ് അയക്കുന്ന പോലെ തന്നെയാണ് എന്ത് ഒരു കസ്റ്റമർ ഇനി പേ ചെയ്യാനുള്ള അൺപെയ്ഡ് ആയിട്ടുള്ള ഇൻവോയ്സുകൾ ലിസ്റ്റ് അവർക്ക് അയച്ചു കൊടുക്കുക. അതൊരു നമുക്ക് ടൈം പീരീഡ് വയ്ക്കാം. എല്ലാ മൺഡേയും ഇത് എക്സിക്യൂട്ട് ആവണം. സോ എല്ലാ തിങ്കളാഴ്ച ആകുമ്പോഴും വീക്ക്ലി ബേസിസിൽ ഈ ഒരു ട്രാൻസാക്ഷൻ അവർ അൺപെയ്ഡ് ഇൻവോയ്സുകൾ ആ കസ്റ്റമേഴ്സിന് പോകുന്നതായിരിക്കും. സോ ഇതാണ് ഷെഡ്യൂളർ. ഇനി മറ്റൊരു ഓപ്ഷൻ എന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ സ്ക്രിപ്റ്റ് ബേസ്ഡ് ഓട്ടോമേഷൻ എന്ന് പറയുന്നതാണ് റിലേറ്റഡ് ലിസ്റ്റ്. സോ ഈ പറഞ്ഞതെല്ലാം എന്താ? നമ്മുടെ ട്രാൻസാക്ഷൻ അനുസരിച്ച് മറ്റൊരാൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലേ? ഇതല്ലാതെ ഈ പറയുന്ന സോഹോ ബുക്സിൻ്റെ അകത്ത് തന്നെ രണ്ട് മൊഡ്യൂളുകൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻസിനെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് റിലേറ്റഡ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓട്ടോമേഷൻ വരുന്നുണ്ട്. സെറ്റിങ്സിൽ നമുക്ക് എല്ലാ മൊഡ്യൂളുകളും ഓപ്പൺ ചെയ്താൽ കാണാം അതിന് റിലേറ്റഡ് ലിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് സെയിൽസ് ഓർഡറിനെ അസോസിയേറ്റ് ചെയ്യുന്ന PO. അപ്പോൾ നമുക്ക് സെയിൽസ് ഓർഡറിനെ പർച്ചേസ് ഓർഡറിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്.
നിങ്ങൾ സെറ്റിങ്സ് ക്ലോസ് ചെയ്ത് സെയിൽസ് ഓർഡർ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സെയിൽസ് ഓർഡർ കൺഫേം ആയി കഴിഞ്ഞാൽ നമുക്കതിനെ കൺവേർട്ട് ടു പർച്ചേസ് ഓർഡർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ കൺവേർട്ട് ആവുന്ന പർച്ചേസ് ഓർഡർ നമ്മൾ കാണുന്നത് പർച്ചേസ് മൊഡ്യൂളിൽ പോയി നോക്കണം. അതിന് പകരം നമുക്ക് പർച്ചേസ് മൊഡ്യൂളിൽ നിന്ന് ആ ഒരു പർച്ചേസ് ഓർഡറിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ രീതിയിലാണ് നമ്മൾ ഈ പറയുന്ന റിലേറ്റഡ് ലിസ്റ്റ് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ ഈ ഒരു സെയിൽസ് ഓർഡറിൽ നിന്ന് ക്രിയേറ്റ് ആയ പർച്ചേസ് ഓർഡർ നമുക്ക് എവിടെ കാണാം? അതിന് താഴെ തന്നെ റിലേറ്റഡ് ലിസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന അസോസിയേറ്റഡ് PO എന്ന് പറയുന്ന ഓപ്ഷനിൽ കാണാം. ഇതിൽ നമുക്ക് കോഡിംഗ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ടേബിളിൽ എന്തൊക്കെ വേണം, എൻ്റെ നെയിം, സ്റ്റാറ്റസ്, എമൗണ്ട് മാത്രം മതി നമ്മൾ കൊടുത്തിട്ടുള്ളതാണ് വന്നിരിക്കുന്നത്. നമുക്ക് വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഫെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും സെറ്റപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ റിലേറ്റഡ് ലിസ്റ്റ് നമുക്ക് ഫോം ചെയ്യാൻ സാധിക്കും. സോ ഇതാണ് സ്ക്രിപ്റ്റ് ബേസ്ഡ് ഓട്ടോമേഷൻ. ഈ പറഞ്ഞത് എന്താ? ഇതെല്ലാം നമുക്ക് സോഹോ ബുക്സിൻ്റെ അകത്ത് തന്നെ വരുന്നത് അല്ലേ? ഈ ഇതുവരെ പറഞ്ഞതെല്ലാം നമ്മുടെ സോഹോ ബുക്സ് എന്ന് പറയുന്ന അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിന് ഉള്ളിൽ വരുന്ന ഓപ്ഷൻസ് ആണ്. ഇനി ഇതല്ലാതെ പുറത്തേക്കൊരു പാർട്ടിയോട് സംസാരിക്കണമെന്നുണ്ടെങ്കിലോ, അതായത് വേറൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ബിസിനസ്സിലെ മറ്റ് ഇൻഹൗസ് ആപ്ലിക്കേഷനിലേക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അവിടെയാണ് നമുക്ക് ഓട്ടോമേഷൻ ബേസ്ഡ് ഓൺ സ്ക്രിപ്റ്റ് വിച്ച് ഈസ് വിത്ത് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ്. സോ ഇതിലാണ് നമുക്ക് ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് വെബ് ബുക്സും സിഗ്നൽസും വരുന്നത്. സോ ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് വെബ് ബുക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഫർമേഷൻസ് പുറത്തേക്കോ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഇൻഫർമേഷൻ നമ്മുടെ സോഹോ ബുക്സ് എന്ന് പറയുന്ന അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിലേക്കോ വരുന്നതിനെയാണ് നമ്മൾ ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് വെബ് ബുക്സ് എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് വരുന്നത് നോക്കാം. സെറ്റിങ്സിൽ നമ്മുടെ ഔട്ട് ഗോയിങ് വെബ് ബുക്സ്, സോ അത് നമുക്ക് സെറ്റിങ്സിൽ ഓട്ടോമേഷനിൽ വർക്ക് ഫ്ലോ ആക്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ വെബ് ബുക്സ് കാണാം അല്ലേ? ഇവിടെ നമുക്ക് സെറ്റപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. ന്യൂ വെബ് ബുക്ക് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഒരു പേര് കൊടുക്കുകയാണ്. വെബ് ബുക്കിന് നമ്മൾ പേര് കൊടുക്കുന്നു. ഏത് മൊഡ്യൂളിലേക്കാണ് വേണ്ടത്, ഇനി ഏത് ആപ്ലിക്കേഷനാണ് അതിൻ്റെ URL പാരാമീറ്റർ സെറ്റപ്പ് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്ത് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്നുള്ള ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ അവിടെ നിന്ന് തരുന്ന ഇൻഫർമേഷൻ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇതിൻ്റെ എക്സാമ്പിൾ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുകയാണ്, ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് ട്രാൻസാക്ഷൻ കൊടുക്കുകയാണ് അല്ലേ? അപ്പോൾ അതിന് എന്തൊരു എക്സാമ്പിൾ എന്താ പറയുക, നിങ്ങളൊരു കൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്യാണ്, നിങ്ങൾക്കൊരു CRM സോഫ്റ്റ്വെയർ ഉണ്ടാവാം. സോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന കൊട്ടേഷനിൽ നിന്ന് നിങ്ങൾ CRM സോഫ്റ്റ്വെയറിലേക്ക് ഒരു കൊട്ടേഷൻ ക്രിയേറ്റ് ആകുമ്പോഴത്തേനും ഒരു കസ്റ്റമർ അവിടെ ഒരു പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെറ്റപ്പ് ചെയ്ത് വയ്ക്കാം. കൊട്ടേഷൻ മൊഡ്യൂളിൽ കോട്ട് ക്രിയേറ്റ് ആകുമ്പോൾ തന്നെ ഇന്ന ആപ്ലിക്കേഷനിലേക്ക് നമ്മൾക്ക് ക്രിയേറ്റ് ആവണം എന്നുള്ള പോലെ നമുക്ക് ഈ ഒരു ഔട്ട് ഗോയിങ് വെബ് ബുക്കിനെ വെക്കാം. ഇനി ഇത് പുറത്തേക്ക് പോകുന്നത്, ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? ഇൻകമിങ് വെബ് ബുക്ക് അല്ലേ? അത് എവിടെ സെറ്റപ്പ് ചെയ്യുന്നത്? സെറ്റിങ്സിൽ തന്നെ ബാക്ക് ടു ഓൾ സെറ്റിങ്സ് കൊടുത്താൽ ഡെവലപ്പർ ആൻഡ് ഡേറ്റ എന്ന ഹെഡിങ്ങിന് താഴെ ഇൻകമിങ് വെബ് ബുക്സ് കാണാം. സോ ഇൻകമിങ് വെബ് ബുക്സ് നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ സാധിക്കും. ഇതിനൊരു എക്സാമ്പിൾ എന്താ പറയുക, ഇപ്പോൾ നിങ്ങളൊരു മീറ്റിങ്ങോ അല്ലെങ്കിൽ ഒരു വർക്ക്ഷോപ്പോ എന്തെങ്കിലും നിങ്ങളുടെ ബിസിനസ്സിനായിട്ട് നടത്തുകയാണ്, ഒരു എക്സിബിഷൻ സ്റ്റാളിട്ടാണ്. സോ ഈ ക്രിയേറ്റ് ചെയ്യുന്ന എക്സിബിഷൻ സ്റ്റാളിൽ നിങ്ങളൊരു സോഫ്റ്റ്വെയർ വെച്ചിട്ട് ഒരു ഫോം വെച്ചിട്ട് നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ ഫോമിലെ ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ ആ കളക്ട് ചെയ്ത കസ്റ്റമർ ഡാറ്റ വെച്ചിട്ട് സോഹോ ബുക്സിൻ്റെ അകത്ത് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കസ്റ്റമർ ക്രിയേറ്റ് ആവണം. സോ ആ ഒരു കേസിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഇൻകമിങ് വെബ് ബുക്സ് യൂസ് ചെയ്യാം. ഓക്കെ, സോ നമ്മളിപ്പോൾ എന്ത് പറഞ്ഞു? വെബ് ബുക്സിനെ പറ്റി പറഞ്ഞു, ഇങ്ങോട്ടോ അങ്ങോട്ടോ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുന്നതിന്. ഇനി ഇതിന് പകരം ഒരു സിഗ്നൽ ആണെന്നുണ്ടെങ്കിലും, അതായത് നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ മാത്രം മതി. നിങ്ങളിപ്പോൾ ഒരു ഷിപ്മെൻറ്റ്, നിങ്ങൾ ഷിപ്പ് ചെയ്യുന്ന ഒരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ട്രാൻസാക്ഷൻ ഇപ്പോൾ നടക്കുമ്പോൾ ഒരു ഗുഡ്സ് ഡെലിവർ ആയി അല്ലെങ്കിൽ ഔട്ട് ഫോർ ഡെലിവറി ആണ് അല്ലെങ്കിൽ ഡെലിവറി കംപ്ലീറ്റ് ആയി എന്നുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരണം. സോ അതിനാണ് നമുക്ക് സിഗ്നൽസ് എന്ന് പറയുന്നത്. സോ വെബ് ബുക്സ് അല്ലാതെ മറ്റൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മറ്റൊരു ഓട്ടോമേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിഗ്നൽസ്. സോ അത് സെറ്റിങ്സ് എടുത്താൽ ഡെവലപ്പർ ആൻഡ് ഡാറ്റ എന്ന ഹെഡിങ് താഴെ നിങ്ങൾക്ക് സിഗ്നൽസ് സെറ്റപ്പ് ചെയ്യാൻ സാധിക്കും. സോ സിഗ്നൽസിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ നിങ്ങളൊരു ഡെലിവറി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നോട്ടിഫിക്കേഷൻ വരികയാണ്, ഓക്കെ ദ ഐറ്റം ഹാസ് ബിൻ ഡെലിവേർഡ്, ഇന്ന ഇൻവോയ്സിൻ്റെ ഇന്ന ഐറ്റം ഡെലിവർ ചെയ്തു എന്ന് പറഞ്ഞിട്ടൊരു നോട്ടിഫിക്കേഷൻ ഇവിടെ വരുന്നു. സോ ഇത്രയൊക്കെയാണ് നമ്മൾ ഓട്ടോമേഷനിൽ പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത്. ഡീബഗിംഗ് ടൂൾസ് ഫോർ ഓട്ടോമേഷൻ ഇൻ സോഹോ ബുക്സ്. സോ നമ്മൾ തീർച്ചയായും ഈ ഓട്ടോമേഷൻസിനെ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരും അല്ലേ, ഇത് വർക്ക് ചെയ്തോ, വർക്ക് ചെയ്തില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വർക്ക് ചെയ്യാത്തത്. സോ അതിൻ്റെ ഒരു ലോഗ്സ് വേണം, ഇതിൻ്റെ റിപ്പോർട്ട്സ് വേണം. സോ ഇത്തരം കാര്യങ്ങളും സോഹോ ബുക്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ സോഹോ ബുക്സിൽ സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ വർക്ക് ഫ്ലോ ലോഗ്സ് വരുന്നു. നമ്മളിപ്പോൾ കഴിഞ്ഞ കുറച്ച് സമയങ്ങളിൽ പറഞ്ഞ ഇമെയിൽ അലേർട്ടിൻ്റെ ലോഗ്സ്, വെബ് ബുക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കസ്റ്റം ഫങ്ഷൻസിൻ്റെ ലോഗ്സ്, ഷെഡ്യൂൾസിൻ്റെ ലോഗ്സ്, കസ്റ്റം ബട്ടൺ എക്സിക്യൂട്ട് ആയതിൻ്റെ ലോഗ്സ്. സോ ഇതിൽ സക്സസ് ആയതിൻ്റെ എല്ലാത്തിൻ്റെയും ലോഗ്സ് ഇവിടെ വരുന്നുണ്ടാവും. ഇനി ഫെയിലിയർ ആയിട്ടുണ്ടെങ്കിലോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഫെയിലിയർ ആയത്, അതിൻ്റെ എറർ മെസ്സേജ്, ഇന്ന റീസൺ കൊണ്ട് ഇത് ഫെയിലിയർ ആയി. സോ ഇത് നമുക്ക് റിസോൾവ് ചെയ്യേണ്ടതാണെന്നുണ്ടെങ്കിൽ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് അവിടെ നിന്ന് നോക്കിയാൽ മനസ്സിലാവും. ഒന്നും കൂടി എക്സിക്യൂട്ട് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെറിയ കറക്ഷൻസ് ഒക്കെ വരുത്തി അതിൻ്റെ എക്സിക്യൂട്ട് ചെയ്യാൻ കൊടുത്തു, അപ്പോൾ വർക്കിംഗ് ആയി. സോ അങ്ങനെ നോക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഈ വർക്ക് ഫ്ലോ ലോഗ്സ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇനി മറ്റൊരു കേസാണ് വരുന്നത്, ഇപ്പോൾ ഇത് ലോഗ്സ് ആണ് വരുന്നത് അല്ലേ. ഇനി ഇത് എക്സിക്യൂട്ട് ആയതിനെ പറ്റിയാണ് പറയുന്നത് അല്ലേ. ഇത് ഈ പറയുന്നതെല്ലാം എക്സിക്യൂട്ട് ആയതിനെ പറ്റിയുള്ള ലോഗ്സ് ആണ്. ഇനി എക്സിക്യൂട്ട് ആവാത്തതാണെന്നുണ്ടെങ്കിലോ അത് നമുക്ക് റിപ്പോർട്ട്സ് മൊഡ്യൂളിൽ പോയിട്ട് നോക്കാം. ഇടതുവശത്ത് കാണുന്ന സൈഡ് ബാറിൽ റിപ്പോർട്ട്സ് എടുത്തു കഴിഞ്ഞാൽ
ഓട്ടോമേഷൻ എന്ന് പറയുന്ന കാറ്റഗറിക്ക് താഴെ നിങ്ങൾക്ക് 3 റിപ്പോർട്ടുകൾ കാണാം. ഷെഡ്യൂൾഡ് ഡേറ്റ് ബേസ്ഡ് വർക്ക് ഫ്ലോ റൂൾസ്, അതേപോലെ ഷെഡ്യൂൾഡ് ടൈം ബേസ്ഡ് വർക്ക് ഫ്ലോ ആക്ഷൻസ്. നമ്മൾ നേരത്തെ കണ്ടില്ലേ, ഡേറ്റ് ബേസ്ഡും ടൈം ബേസ്ഡും നമ്മൾ പറഞ്ഞു അല്ലേ. അതിൻ്റെയൊക്കെ റിപ്പോർട്ട്സ് ഇവിടെ വരും. അതേപോലെ ഇപ്പോൾ ഇതിൽ നമുക്ക് വർക്ക് ഫ്ലോ എക്സിക്യൂഷൻ ലോഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വർക്ക് ഫ്ലോ എക്സിക്യൂട്ട് ചെയ്തതിൻ്റെ ലോഗ്സ് കൃത്യമായിട്ട് കാണാം. ഇതിൽ എക്സിക്യൂട്ടായി, സ്കിപ്പായി. സോ സ്കിപ്പായത് എന്തുകൊണ്ടാണ്? ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സിക്യൂഷനിൽ ഇത് വന്നു, ഈ ഇന്ന റീസൺ കൊണ്ട് ക്രിയേറ്റ് ചെയ്ത് എന്തുകൊണ്ട് സ്കിപ്പായി ഇതിങ്ങനെ കാണിക്കും. സോ നമുക്ക് സ്കിപ്പായതും ഫെയിലിയർ ആയതും ഒക്കെ മനസ്സിലാക്കാനായിട്ട് ഇവിടുന്ന് ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇനി നമുക്ക് തിരിച്ച് ടാബിലേക്ക് വരാം. ഇതുവരെ നമ്മൾ എന്ത് മനസ്സിലാക്കി? ഓട്ടോമേഷനെ പറ്റി പറഞ്ഞു, ഇതിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചു. ഇനി അടുത്ത സ്ലൈഡ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് റീക്യാപ്പ് ചെയ്യാൻ പോവാണ് കേട്ടോ. സോ ആദ്യം നമ്മൾ ഓട്ടോമേഷനെ പറ്റി ഒരു സമ്മറി പറഞ്ഞ്, എന്താണ് നമ്മുടെ ബിസിനസ്സിൽ ആവശ്യമായ ഓട്ടോമേഷൻസിൻ്റെ ഉപകാരങ്ങളൊക്കെ പറഞ്ഞ്, എന്താണ് 3 ടൈപ്പ് ഓട്ടോമേഷൻസ് അല്ലേ. പ്രീ ഡിഫൈൻഡ്, സ്ക്രിപ്റ്റിങ്ങോ കോഡിങ്ങോ ഒന്നും ആവശ്യമില്ലാത്ത ഓട്ടോമേഷൻ, അടുത്ത് സ്ക്രിപ്റ്റ് ബേസ്ഡ് ഓട്ടോമേഷൻ, പിന്നൊന്ന് തേർഡ് പാർട്ടി ആപ്ലിക്കേഷനായിട്ട് വരുന്ന ഓട്ടോമേഷനെ പറ്റി പറഞ്ഞു. അതുപോലെ ഡീബക്കിംഗ് ടൂൾസിനെ പറ്റി സംസാരിച്ചു. അതെല്ലാം ഒന്ന് റീക്യാപ്പ് ചെയ്തു. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ സ്ട്രീം ലൈൻ ആയിട്ട് സോഹോ ബുക്സിനെ പറ്റി സംസാരിക്കുമ്പോൾ സോഹോൻ്റെ തന്നെ മറ്റൊരു സോഫ്റ്റ്വെയറിനെ നമ്മൾ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതാണ് സോഹോ പേയ്മെൻറ്റ്സ്. സോഹോൻ്റെ തന്നെ ഒരു പേയ്മെൻറ്റ് ഗേറ്റ് വേ ആണ് സോഹോ പേയ്മെൻറ്റ്സ്. സോ നമ്മുടെ ഈ കാണുന്ന ആപ്ലിക്കേഷൻസിൽ എല്ലാത്തിലും നിങ്ങൾക്ക് യൂണിഫൈഡ് ആയിട്ട് ഇത് യൂസ് ചെയ്യാനും വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു കസ്റ്റമർ പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് സോഹോ പേയ്മെൻറ്റ്സ് വഴി യൂസ് ചെയ്യാൻ സാധിക്കും. സോ നിങ്ങൾ സോഹോ പേയ്മെൻറ്റ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യാതൊരു ഹിഡൻ ചാർജസും വയ്ക്കുന്നില്ല. UPI ആണെന്നുണ്ടെങ്കിൽ 0% ആണ് റേറ്റ് വരുന്നത്. ഇനി കാർഡ്സ് നെറ്റ് ബാങ്കിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 2%, കോർപ്പറേറ്റ് കാർഡ്സ് ആണെന്നുണ്ടെങ്കിൽ 2.75% ആണ് വരുന്നത്. സോ ഈ പറയുന്നതെല്ലാം ഒരു അഡീഷണൽ 80% GST റേറ്റും വരുന്നുണ്ടാവും. സോ ഇതെല്ലാം കൂടി ചേർത്താണ് നമ്മുടെ റേറ്റ് വരുന്നത്. ഇനി കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ, സോഹോ പേയ്മെൻറ്റ്സിനെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സോഹോ പേയ്മെൻറ്റ്സ് ടീം ഉണ്ട്. സോ ആ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നിങ്ങൾക്ക് മെയിൽ അയക്കാനായിട്ട് support@zohopayments.com മെയിൽ അയക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ഫർദറായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സപ്പോർട്ട് ഇമെയിൽ ഐഡിക്ക് അയക്കാവുന്നതാണ്, support.india@zohobooks.com. ഇനി നിങ്ങൾക്ക് കോൾ സപ്പോർട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 1800-572-6671 നമ്പറിൽ വിളിച്ച്, നമ്മുടെ IVR നമ്പറാണ്, അതിൽ സോഹോ ബുക്സിന് നമ്പർ 1 ക്ലിക്ക് ചെയ്യുക, മലയാളം ലാംഗ്വേജിനായിട്ട് നമ്പർ 5 ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് മലയാളം സപ്പോർട്ടും ഉണ്ട് നമ്മുടെ ലാംഗ്വേജസിൽ. സോ അതിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. താങ്ക് യു എവരിവൺ. താങ്ക് യു ഫോർ അറ്റൻഡിങ് ദി സെഷൻ.